മലങ്കര സഭയുടെ അരുമസന്താനം, തുമ്പുവൺ ഭദ്രാസനത്തിൽപ്പെട്ട കിഴുവള്ളൂർ സെൻറ്റ് പീറ്റേഴ്സ് ദേവാലയത്തിലെ അംഗം, ആത്മീയ പ്രസ്ഥാനങ്ങളിലൂടെ സഭാപ്രവർത്തനങ്ങളിലും സാമൂഹിക പ്രവർത്തനങ്ങളിൽ കൂടി സമൂഹത്തിൻ്റെ നന്മയ്ക്കുമായി പാദങ്ങൾ ചലിപ്പിച്ചു. ഏറ്റവും ആദരണീയനായ MS വർഗീസ് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പേട്രൺസ് ഡേ സെലിബ്രേഷനിൽ മുഖ്യ സന്ദേശം നൽകുവാൻ വേണ്ടി MS വർഗീസ് സാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു. പരിശുദ്ധ കാതോലിക്ക ബാബ തിരുമേനി, പരിശുദ്ധ സഭയുടെ വേദിയിലിരിക്കുന്ന മറ്റ് തിരുമേനിമാരെ, കോറപ്പിസ്പോക്കന്മാരെ, റംബാച്ചന്മാരെ, മാതാപിതാക്കളെ, MGOC സംപ്രവർത്തകരെ, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, പരിശുദ്ധവും പരിപാവനവുമായ ഈ വലിയ വേദിയിൽ നിൽക്കുമ്പോൾ, അതിനേക്കാളുപരി ഇത്രയും തിരുമേനിമാരുടെ ഒരു വലിയ വേദിയിൽ നിൽക്കുമ്പോൾ എനിക്ക് തന്നെ അല്പം അശക്തനായി തോന്നുന്നുണ്ട്. പണ്ട് ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം നേടിയിട്ടപ്പോൾ പരിശുദ്ധ കന്യകമറിയാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ എന്നിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ ആമുഖത്തോടുകൂടി 114-ാം വിദ്യാർത്ഥി പ്രസ്ഥാന സമ്മേളനത്തിനുള്ള എൻ്റെ സന്ദേശം തുടങ്ങുകയാണ്. സന്ദേശം തുടങ്ങുന്നത് ഞാൻ 2 ജീവികളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. പരിചയപ്പെടുത്തലാണ് എൻ്റെ പണി. അതുകൊണ്ട് തന്നെ 2 ജീവികളെ പരിചയപ്പെടുത്തുന്നു. ഒരിക്കൽ ഒരു തേനീച്ച ചിലന്തിയുടെ വലയിൽ അകപ്പെട്ടു. സാധാരണ ചിലന്തിയുടെ വലയിൽ അകപ്പെടുന്ന തേനീച്ചയുടെ അന്ത്യമാണ്. അവിടെ നിന്നും ചിലന്തി ഭക്ഷണം കഴിക്കേണ്ടതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ ചിലന്തിക്ക് തോന്നി തേനീച്ചയോട് അല്പം സംസാരിക്കാമെന്ന് തോന്നി. അങ്ങനെ അവർ തമ്മിൽ സംഭാഷണം തുടങ്ങി. ചിലന്തി പറഞ്ഞു, തേനീച്ചയായ നിങ്ങൾ പമ്പര വെടികളാണ്. കാരണം നിങ്ങൾ കൂടുവിട്ട് പറക്കുന്നു. രാവിലെ മുതൽ നിങ്ങൾ യാത്രയിലാണ്. വിശ്രമം എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളൊരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് പോകുന്നു, പൂമ്പൊടി സമാഹരിക്കുന്നു. ഈ പൂമ്പൊടി വളരെ പ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ കൂടുകളിൽ എത്തിക്കുന്നു. അവസാനം അത് തേനാകുമ്പോൾ മനുഷ്യരതിനെ കഴിക്കും. ജീവിതത്തിൽ വിശ്രമം എന്താണ് എന്ന് നിങ്ങൾക്കറിയില്ല. ഓടി തളർന്ന് നിങ്ങളുടെ ജീവിതം കഴിയുന്നു. വിഡ്ഢിത്തരമല്ലേ നിങ്ങൾ കാണിക്കുന്നത്? നേരെ മറിച്ച് ഞങ്ങളെ ഒന്ന് നോക്കിക്കേ. ഞങ്ങളുടെ ശരീരത്തിൽ നിന്നും ഒരു ദ്രാവകം ഉൽപ്പാദിപ്പിക്കും. ഈ ദ്രാവകം കൊണ്ട് ഞങ്ങളൊരു വലയുണ്ടാക്കും. ഈ വലയുടെ മൂലയ്ക്ക് ഞങ്ങൾ ഒളിച്ചിരിക്കും. ഞങ്ങൾക്കുള്ള ആഹാരം ഞങ്ങളെ തേടിയെത്തും. ഞങ്ങളെങ്ങും പോവില്ല. ഞങ്ങളുടെ ആഹാരം ഞങ്ങളെ തേടിയെത്തും. ഞങ്ങളത് ഭക്ഷിക്കും. വീണ്ടും ഞങ്ങൾ കാത്തിരിക്കും. ഇത്രയും വിശ്രമകരമായ ജീവിതം ഞങ്ങളുടെ ഇര ഞങ്ങളെ തേടിയെത്തുന്നു. ഇനിയുമെങ്കിലും നിങ്ങൾ ചിന്തിക്കൂ. തേനീച്ച മറുപടി പറഞ്ഞു, നീ പറഞ്ഞത് 100% ശരിയാണ്. ഞങ്ങൾക്ക് വിശ്രമം എന്താണ് എന്നറിയില്ല. പക്ഷേ ഒന്ന് നീ ആലോചിച്ചേ. നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന ഒരു ദ്രാവകം കൊണ്ട് നീ ഒരു വലയുണ്ടാക്കുന്നു. പക്ഷേ ഈ വലയുടെ തടവറയിലാണ് നീ ഈ വലയിൽ നിന്നും പുറത്തു പോകുന്നില്ല. ഈ വലയുടെ തടവറയിലാണ്. ഈ ലോകത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് നിനക്കറിയില്ല. പൂക്കളുടെ സൗന്ദര്യം നീ ഇതുവരെ കണ്ടിട്ടില്ല. നീ ഒരുക്കിയത് ഒരു വലയല്ല, നേരെ മറിച്ച് നീ ഒരുക്കിയത് ഒരു കെണിയാണ്. നിന്റെ ആഹാരത്തിന് വേണ്ടി നീ കെണി ഒരുക്കിയപ്പോൾ ഈ കെണിയിൽ നീ അകപ്പെട്ടു പോയി. സ്വാതന്ത്ര്യം എന്താണെന്ന് നിനക്കറിയില്ല. ലോകത്തിൻ്റെ സൗന്ദര്യം എന്താണെന്ന് നിനക്കറിയില്ല. ഞങ്ങളൊരു പൂവിൽ നിന്നും വേറൊരു പൂവിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ പൂവിനെ സഹായിക്കുകയാണ് പരാഗണത്തിലൂടെ. പുതിയ പുതിയ പൂക്കൾ സമൂഹത്തിന് സംഭാവന ചെയ്യുന്നു ഞങ്ങളാണ്. ഞങ്ങൾ വീണ്ടും പൂമ്പൊടി സമാഹരിക്കുമ്പോൾ ഞങ്ങളിതാ ലോകത്തിന് ദിവ്യാശ്വതമായ തേൻ നൽകുന്നു. ഞാനും നീയും തമ്മിലുള്ള ഒരേ വ്യത്യാസം, നിന്നിൽ നിന്നും പുറപ്പെടുന്നത് ഒരു കെണിയായി മാറി ആ കെണിക്കുള്ളിൽ നീ അവതരിക്കുന്നു. ഞങ്ങളിൽ നിന്നും പുറപ്പെടുന്നത് ലോകത്തിൻ്റെ ദിവ്യ ഔഷധമാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അവർ തമ്മിലുള്ള സംഭാഷണം തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. ഒന്ന് മാത്രം ഞാനിവിടെ ചോദിക്കുന്നു, നിങ്ങളുടെ ചിന്തയിലേക്ക് വിടുന്നു. നിങ്ങളിൽ നിന്നും പുറപ്പെടുന്നത് ഒരു കെണിയായി മാറുന്നുണ്ടോ? അഥവാ ഈ കെണിയിൽ നിങ്ങളും അകപ്പെടുന്നുണ്ടോ? നേരെ മറിച്ച് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പത്നാവിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന നിങ്ങൾ സമൂഹത്തിന് സൗന്ദര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ടോ?
സമൂഹത്തിന് ദിവ്യ ഔഷധം നൽകുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഞാൻ ചോദ്യം അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് അടുത്ത പരിചയപ്പെടുത്തലേക്ക് നടക്കുകയാണ്. ഇനിയും പരിശുദ്ധമായി പരിമലയുടെ പള്ളിയിൽ നിന്നുകൊണ്ട് ഞാൻ ബൈബിളിലെ 2 കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. തെറ്റിദ്ധരിക്കരുത്, ഞാൻ വചനം സംസാരിക്കുന്നില്ല. കാരണം ഇത്രയും അഭിമന്യ തിരുമേനിമാരിരിക്കുന്ന വേദിയിൽ ഞാൻ വചനം പറയാൻ പോകുന്നത് അസംബന്ധമാണ് എന്നെനിക്കറിയാം. ഒരിക്കലും ഇതിൻ്റെ സംഘാടകർ ഞാൻ വചനം സംഭാഷണം നടത്തണമെന്ന പ്രതീക്ഷയോടുകൂടി എന്നെ വിളിച്ചിട്ടില്ല എന്നും എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. അതുകൊണ്ട് 2 കഥാപാത്രങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ 2 കഥാപാത്രങ്ങളും പുതിയ ബന്ധത്തിൽ നിന്നും എടുത്തവരാണ്. എൻ്റെ 2 കഥാപാത്രങ്ങളും ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ പേരറിയില്ല. പേരറിയാത്ത ഈ 2 കഥാപാത്രങ്ങൾ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ 2 കഥാപാത്രങ്ങളാണ്. ഇതിലൊരാൾ മഹാഭാഗ്യവാനെന്ന് ഞാൻ പറയും, ഒരാളെ നിർഭാഗ്യവാനെന്ന് ഞാൻ പറയും. ഞാൻ ആദ്യം നിർഭാഗ്യവാനെ പരിചയപ്പെടുത്താം. പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയെയും കൊണ്ട് പ്രായമുള്ള ഒരു മനുഷ്യൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ അടുത്തെത്തി പറഞ്ഞു, എന്നോടൊപ്പമുള്ള ഈ സ്ത്രീ പൂർണ്ണ ഗർഭിണിയാണ്, പ്രസവ സമയം അടുത്തിരിക്കുന്നു, ഞങ്ങൾക്ക് പാർക്കാൻ ഒരല്പം സ്ഥലം തരണം. എല്ലാവർക്കും കഥ മനസ്സിലായല്ലോ അല്ലേ? ആളെയൊക്കെ മനസ്സിൽപ്പെട്ടു. ഇനി ഞാനൊന്നും പറയേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, സത്രം സൂക്ഷിപ്പുകാരൻ എന്താ പറഞ്ഞത്? ഇവിടെ ഒട്ടും സ്ഥലമില്ല. അദ്ദേഹം കള്ളം പറഞ്ഞതല്ല, സത്യം പറഞ്ഞതാണ്. ബേദലഹേമിലേക്ക് എല്ലാവരും ചെന്നു, എല്ലാ പ്രദേശത്തും ഒന്നും ഇട്ടു. ഏതാണ്ട് പരമലപ്പള്ളി പോലെ ഇങ്ങനെ ആൾക്കാർ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ആ സത്രം സൂക്ഷിപ്പുകാരൻ്റെ മുന്നിൽ വഴിയില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല, നിങ്ങൾ പോകണം. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ സത്രം സൂക്ഷിപ്പുകാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചേ. എൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത് ലോകത്തിൻ്റെ രക്ഷിതാവിനെ പിറക്കുവാനുള്ള പരിശുദ്ധ കന്യകമറിയാമായിരുന്നു എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ഇവിടെ ജനിക്കുവാൻ പോകുന്നത് ലോകരക്ഷിതാവായ ക്രിസ്തുവാണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ക്രിസ്തുവിനെ ആദ്യം കാണുവാനുള്ള സൗഭാഗ്യം എനിക്കാകുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ പുൽക്കൂട്ടിന് സ്ഥാനമില്ലാതിരിക്കുമായിരുന്നു. ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ സത്രം സൂക്ഷിപ്പുകാരൻ ചരിത്രത്തിൻ്റെ ഭാഗമാകുമായിരുന്നു. അറിയാതെയാണെങ്കിലും ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടെ സ്ഥലമില്ല. ഞാൻ അല്പം ചിന്തിച്ചു നോക്കുക. അവിടെ തിരക്കായിരുന്നു, ഒട്ടും സ്ഥലമില്ലായിരുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ സത്രം സൂക്ഷിപ്പുകാരന് താമസിക്കാനൊരല്പം സ്ഥലം കാണത്തില്ലേ? ഉണ്ടാകുമല്ലോ, ഒരു സംശയവും വേണ്ട. സത്രം സൂക്ഷിപ്പുകാരന് താമസിക്കാനൊരു കൊച്ചുമുറി ഉണ്ടാകുമായിരുന്നു. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ലോകത്തിൻ്റെ മാതാവാണെന്നും അവൾ ജന്മം നൽകാൻ പോകുന്ന ലോകരക്ഷിതാവിനെയാണെന്നും ആ രക്ഷിതാവിനെ ആദ്യം കാണുവാനുള്ള സൗഭാഗ്യം എനിക്കാകും എന്ന് സത്രം സൂക്ഷിപ്പുകാരൻ തിരിച്ചറിയുമായിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട, അദ്ദേഹത്തിൻ്റെ മുറി മാറി അവിടെ കൊടുക്കുമായിരുന്നു. എന്തു ചെയ്യാം? ഞാൻ അദ്ദേഹത്തിനെ പരിശുദ്ധ ബൈബിളിലെ ഏറ്റവും വലിയ നിർഭാഗ്യവാനായി കരുതുന്നു. ഞാൻ ഇനിയും ഭാഗ്യവാനിലേക്ക് പോവുകയാണ്. ഗുരുവിൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ മരുഭൂമിയിൽ അനേകരെത്തി. നേരം സന്ധ്യയോടടുക്കുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, ഗുരു, നേരം ഇരുട്ടിയിരിക്കുന്നു, ഇത് മരുഭൂമിയാണ്, ഇവർക്ക് ഭക്ഷിപ്പാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, ഇവരെ പോകാൻ അനുവദിക്കണം. എന്തായിരുന്നു ഗുരുവിൻ്റെ മറുപടി? നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. നെട്ടോട്ടമായി ശിഷ്യന്മാരോടുകയാണ്. അവസാനം ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, അവിടെ വീണ്ടും ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? അതിശക്തമായ ചോദ്യം ഗുരു ചോദിക്കുന്നു. നിങ്ങളിവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം എന്ന് പറഞ്ഞ ഗുരു വീണ്ടും ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? അവിടെ ഒരു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ഇനിയും തുടർന്നാൽ ഇത് വചനപ്രഘോഷണമാകും. ഞാനിവിടെ നിർത്തുകയാണ്. എൻ്റെ ചിന്തയിൽ ഈ ബാലൻ ഒരു വലിയ ഭാഗ്യവാനാണ്. ഞാനൊരല്പം തിരിച്ചു പരുമലയിലേക്ക് വരിക. അവിടുത്തെ ചരിത്രത്തിൽ നിങ്ങൾക്കറിയാം, ഈ ഭക്ഷണം 5000 പേര് കഴിച്ചു. പുരുഷന്മാർ മാത്രം, സ്ത്രീകൾ കഴിച്ചു, കുഞ്ഞുങ്ങൾ കഴിച്ചു. ഏകദേശ പോപ്പുലേഷൻ നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് വിടുന്നു. ഇവിടെ നമുക്ക് പരുമലയിലേക്ക് വന്ന് നോക്കാം. ഇപ്പോൾ പരിശുദ്ധ അഭിമന്യ തിരുമേനിമാരോട് ഞാൻ പറയുന്നു എന്ന് വെച്ചോ, എനിക്ക് വെളിയിലിറങ്ങി ഇവിടുത്തെ ആൻറ്റിമാരുടെ ബാഗ് ഒന്ന് പരിശോധിക്കണം, ബാഗിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാനാണെന്ന് പറഞ്ഞാൽ തിരുമേനിമാരെ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങത്തില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ സ്വയം ഒന്ന് നോക്കിയാൽ മതി. എല്ലാവരുടെയും ബാഗിലൊക്കെ കുറഞ്ഞ പക്ഷം 2 ബിസ്ക്കറ്റും 2 ബ്രെഡും ഒക്കെ കാണും. ഒരു സംശയം വേണ്ട, മിക്കവാറും ആൾക്കാരുടെ കയ്യിൽ കാണും.
ഇതുതന്നെയായിരുന്നു അന്നത്തെ അവസ്ഥയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പാവം പിടിച്ച പുഞ്ചു ബാലൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും അവൻ്റെ അമ്മ കഴിക്കാൻ പാക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ നാട്ടിൽ മറ്റാരുടെ കയ്യിലും ഒന്നുമില്ലായിരുന്നോ? എല്ലാവരുടെ കയ്യിലും കുറച്ചൊക്കെ ഉണ്ടായിരുന്നു, സംശയം വേണ്ട. എന്തുകൊണ്ടാണ് ഇവർ കൊടുക്കാതിരുന്നത്? ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിന്നും തിരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ 3 ചപ്പാത്തി പോലും എൻ്റെ ഭാര്യ തന്നു വിട്ടു. കാരണം മറ്റൊന്നുമല്ല, ഇപ്പോൾ ഈ ഫ്ലൈറ്റിൽ ആഹാരം കിട്ടാറില്ല. കിട്ടണമെങ്കിൽ വേറെ പൈസ കൊടുക്കണം. അവർ ചോദിക്കുന്ന പൈസ സത്യം പറഞ്ഞാൽ നെഞ്ചിടിക്കുന്ന പൈസയാണ്. അതുകൊണ്ട് ഞാൻ ഈ ചപ്പാത്തിയും പൊതിഞ്ഞുകൊണ്ടാണ് വന്നത്. ഞാൻ ആലോചിക്കായിരുന്നു, എയർപോർട്ടിൽ വന്നുകൊണ്ട് ആരെങ്കിലും എന്നോട് ചോദിക്കുക, MS വർഗീസേ തൻ്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളുടെ ആരും കാര്യം പറയുന്നില്ല. ഞാൻ പറയാൻ പോകുന്നത് എന്താ? ഞാൻ 2 കാര്യം ചിന്തിക്കും. ചിലപ്പം കള്ളം പറയത്തില്ല, പരുമലപ്പള്ളിയിലേക്ക് വരുന്ന സ്ഥലമായതുകൊണ്ട് കള്ളം പറയാൻ സാധ്യതയില്ല. പക്ഷേ ഞാൻ ചിന്തിക്കാൻ പോകുന്നത് ഞാൻ പറയാം. ഞാൻ ചിന്തിക്കും, ഇത്രയും ജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്, ഇവർ ആഹാരം ചോദിക്കുക, എൻ്റെ കയ്യിലിരിക്കുന്ന 3 ചപ്പാത്തി കൊടുത്തതുകൊണ്ട് ഇവർക്ക് വല്ലതുമാകുമോ? ഒന്നും ആവത്തില്ല, എനിക്ക് പട്ടിണിയുമാകും. ഇതുതന്നെയാണ് മരുഭൂമിയിലെ ആൻറ്റിമാരും തീരുമാനിച്ച് അമ്മച്ചിമാരും തീരുമാനിച്ചത്. ഞങ്ങളുടെ കയ്യിലൊക്കെ ബ്രെഡൊക്കെ ഉണ്ട്, ഇത് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം 10,000 വചനം കേൾക്കുകയാണ്. ഞങ്ങളുടെ കയ്യിലിരിക്കുന്നത് കൊടുത്തിട്ട് ഒരു കാര്യവുമില്ലെന്ന് ബുദ്ധിമതിയായ അവർ ചിന്തിച്ചു. അവരൊന്നും കൊടുത്തില്ല. അവസാനം പിഞ്ചുബാലൻ ചിന്തിച്ചു, കാരണമെന്താ? ഞാൻ കൊടുക്കുന്നത് കർത്താവിൻ്റെ കയ്യിലേക്കാണെന്ന് പിഞ്ചുബാലൻ അറിയാമായിരുന്നു. അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പിതാവിൻ്റെ കയ്യിലേക്ക് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന 5 അപ്പവും 2 മീനും ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ പിഞ്ചുബാലൻ അവൻ എന്തായിരിക്കും ചിന്തിച്ചിരിക്കുന്നത്? അവൻ മറ്റൊന്നും ചിന്തിച്ചു കാണില്ല. വിത്ത് മൈ ഗോഡ് ഐ ക്യാൻ ഫേസ് ഓൾ. കേട്ടല്ലേ? സ്വാഗത പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞിരുന്നു, ഇതുതന്നെയാണ് നമ്മളുടെ ചിന്താവിഷയം. എൻ്റെ തമ്പുരാനോടൊപ്പം ഏത് പ്രതിസന്ധിയും എനിക്ക് തരണം ചെയ്യുവാൻ കഴിയുമെന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ് തിരിച്ചറിവിച്ചത് ഒരു പിഞ്ചു ബാലനാണ്. കാരണം അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ടായത് പരിപൂർണമായി സമർപ്പിച്ചു. അവൻ എത്രയോ ക്രിസ്തീയ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറി. സൗഭാഗ്യവാനെന്ന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, എൻ്റെ പരിചയപ്പെടുത്തൽ അവസാനിപ്പിക്കുകയാണ്. 4 പേരെ പരിചയപ്പെടുത്തി, 2 ജീവികൾ, 2 വ്യക്തികൾ. ചിന്തിച്ചു നോക്കുക. ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ നിന്നും പുറപ്പെടുന്നത് നിങ്ങൾക്ക് തന്നെ കെണിയൊരുക്കി നിങ്ങൾ ആ കെണിയിലേക്ക് വീഴുന്നുണ്ടോ? നേരെ മറിച്ച് നിങ്ങളിൽ നിന്നും പുറപ്പെടുന്നത് സൗഭാഗ്യം പകരുന്നതാണോ? നിങ്ങളിൽ നിന്നും പുറപ്പെടുന്നത് തേൻ പോലെ ദിവ്യ ഔഷധങ്ങളാണോ? അറിയാതെയെങ്കിലും തിരിച്ചറിവില്ലാതെയാണെങ്കിലും ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനും അറിയാനും കഴിഞ്ഞു പോയവരാണോ നമ്മളിൽ ഓരോരുത്തരും? നേരെ മറിച്ച് എൻ്റെ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഞാനിതാ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 5 അപ്പവും 2 മീനും സ്വന്തം പട്ടിണിയെപ്പോലും ചിന്തിക്കാതെ കൊടുത്ത പിഞ്ചു ബാലനെ പോലെ ആയിരുന്നു നമ്മളൊക്കെ. നിങ്ങളുടെ ചിന്തയിലേക്ക് ഞാൻ വിടുകയാണ്. ഇത് സമൂഹത്തിൻ്റെ അവസ്ഥയാണ്. എന്തായിരുന്നു ഇന്നത്തെ ക്രിസ്തീയ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന അവസ്ഥ? ഈ 4 പേരെ ഞാൻ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളിൽ മിക്കവാറും എല്ലാവരും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നുകിൽ ചിലന്തിയുടെ വലയിൽ അകപ്പെട്ടവരായിരിക്കും, അല്ലെങ്കിൽ സമൂഹത്തിന് സൗഭാഗ്യം ചെല്ലുന്നവരായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിനെ തിരിച്ചറിയാത്തവർ, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞവരായിരിക്കും. ഈ 4 ഗണത്തിൽപ്പെട്ടവരാണ് നമ്മളെല്ലാവരും. അങ്ങനെയെങ്കിൽ എന്തായിരുന്നു സമൂഹത്തിന് പറ്റിയത്? അത് പറയണമെങ്കിൽ ഞാൻ പഴയൊരു സംഭവം പറയണം. ഞാൻ പത്തനംതിട്ട കാത്തലിക് കോളേജിലാണ് പഠിച്ചത്. 78-83 കാലഘട്ടത്തിൽ. അന്ന് ചെറുപ്പമൊക്കെ ഞങ്ങൾ കൊച്ചുകളെല്ലാവരും കൂടി ഒന്ന് തീരുമാനിച്ചു. എൻ്റെ വീട് കിഴവള്ളൂരാണ്. പത്തനംതിട്ടയിൽ നിന്നും കോന്നിക്ക് വരുന്ന സ്ഥലത്തൊരു ഗ്രാമപ്രദേശത്താണ്. ഞങ്ങൾ തീരുമാനിച്ചു കിഴവള്ളൂരിൽ നിന്നും കോഴഞ്ചേരി വരെ നടന്നു പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ 4-5 പേരുണ്ട്. ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചു. നടക്കുക, ബസ്സൊക്കെ ഉണ്ട്. ഞങ്ങൾ നടന്നു. പത്തനംതിട്ട കഴിഞ്ഞു. വാര്യാപുരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ല ക്ഷീണം വന്ന് എന്നിട്ട് നടക്കാതിരിക്കാൻ പറ്റത്തില്ല. കോഴഞ്ചേരി നടക്കുമെന്ന് പലരോടും പറഞ്ഞു പോയതാണ്. നാണക്കേടാണ്, നടക്കണം. മുന്നോട്ട് നടന്നു. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു, മോരും വെള്ളം വിൽക്കപ്പെടും. സന്തോഷമായി. ഈ മോരും വെള്ളം കുടിച്ചിട്ട് ബാക്കി ഇനി 2-3 കിലോമീറ്ററുള്ളൂ. നടക്കാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അവിടേക്ക് ചെന്നു. കതവ് പകല് തുറന്നിട്ടിട്ടുണ്ട്. കതവിന് മുട്ടി. ഒരു മിടുക്കൻ കൊച്ചു പയ്യൻ ഇറങ്ങി വന്നു. 10-12 വയസ്സ് കാണും. ഈ മോൻ ചോദിച്ചു, സാധാരണ കൊച്ചു 10 വയസ്സുള്ള ചെറിയന്മാർ 4-5 പേര് ചോദിച്ചിരിക്കുന്ന അതേ ചോദ്യം, എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 5 മോരും വെള്ളം. ഞങ്ങളുടെ സ്റ്റാൻഡേർഡ് മലയാളത്തിൽ പറഞ്ഞൊരു 5 മോരും വെള്ളം. ഈ മോന് ഭയങ്കര അത്ഭുതത്തോട്, മോരും വെള്ളം
മോരുംവെള്ളം ഇവിടെ ഇല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു മോരുംവെള്ളം കുടിക്കാനാണ് വന്നത്. അപ്പോൾ തയ്യാറാക്കിയിട്ടില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ ഇരിക്കാം, ഞങ്ങൾക്ക് 5 മോരുംവെള്ളം വേണം. വീണ്ടും ഇവൻ കട്ടായം പറഞ്ഞു ഇവിടെ മോരുംവെള്ളം ഇല്ല. അവസാനം സൈകെട്ട് ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഇതാ അവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു, ആ ബോർഡ് കണ്ട് കയറിയതാന്ന് പറഞ്ഞു. അപ്പോൾ ഈ മോന് ഒരു ചെറിയ ചിരി, ഒരു ചമ്മലോടുകൂടി ചിരിച്ചിട്ട് പറഞ്ഞു, അയ്യോ എൻ്റെ അപ്പച്ചനൊരു ആർട്ടിസ്റ്റാണ്, പത്തനംതിട്ടയിൽ പുതിയൊരു കട തുടങ്ങുന്നതിന് ബോർഡ് എഴുതി വെച്ചതാ, മോരും വെള്ളം വിൽക്കപ്പെടുമെന്ന്, എന്നിട്ടത് ഉണങ്ങാൻ വെച്ചതാ. എൻ്റെ അപ്പച്ചൻ കിഴവള്ളൂക്കാരനായ ഒരു ഓർത്തഡോക്സുകാരനാണ്. ഞാൻ ജനിച്ചപ്പോൾ എനിക്കൊരു ബോർഡ് തന്നു, MS വർഗീസ് ഓർത്തഡോക്സ് ക്രിസ്ത്യൻ എന്നൊരു ബോർഡും വെച്ചു. ഈ ബോർഡും കൊണ്ട് ഞാൻ നടക്കുക. എൻ്റെ കയ്യിൽ ക്രിസ്ത്യാനിയുമില്ല ഓർത്തഡോക്സും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ ഈ മോരും വെള്ളത്തിൻ്റെ ബോർഡും കൊണ്ട്, എൻ്റെ അപ്പച്ചൻ തന്ന ബോർഡും കൊണ്ട് നടക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ക്രിസ്തീയ സമൂഹത്തിന് എവിടെയെങ്കിലും പരാജയം വന്നിട്ടുണ്ടെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ തന്ന ബോർഡ് കഴുത്തിൽ തൂക്കിയിട്ടു എന്നുള്ളതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തീയത ഇല്ലാതെയായിപ്പോയി. ഇത് അലങ്കാരമായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നടത്തത്തിലൂടെ നമ്മൾ ക്രിസ്ത്യാനിയായി മാറണം, നമ്മുടെ പ്രവൃത്തിയിലൂടെ ക്രിസ്ത്യാനിയായി മാറണം, നമ്മുടെ ചിന്തയിലൂടെ ക്രിസ്ത്യാനിയായി മാറണം. നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്ത്യാനിയായി മാറിയെങ്കിൽ മാത്രമേ ക്രിസ്തീയ ജീവിതം കൊണ്ട് പ്രതീക്ഷ ഉണ്ടാകുള്ളൂ, ക്രിസ്തീയ ജീവിതം കൊണ്ട് സമൂഹത്തിന് ഉപകാരമുണ്ടാകുള്ളൂ. അല്ലയെങ്കിൽ മോരും വെള്ളം കുടിക്കാൻ പോയ ആ കൊച്ചു ചെറുപ്പക്കാരായ ഞങ്ങളുടെ അവസ്ഥ സമൂഹത്തിനും വരുമെങ്കിൽ അതുതന്നെയാണ്. ഇത് ഞാൻ പറഞ്ഞത് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള അവസ്ഥ. എന്താണ് നമുക്ക് പറ്റിയ അവസ്ഥ? സമൂഹമെന്ന് പറയുന്നത് കുടുംബങ്ങളാണ്. എന്തായിരുന്നു നമ്മുടെ കുടുംബത്തിന് പറ്റിയ അവസ്ഥ? മാതാപിതാക്കളും ഇവിടെ ഉണ്ട് എന്നെനിക്കറിയാം. ആധുനിക സംവിധാനം കൊണ്ട് പല പ്രദേശത്തു നിന്നും പലരും ഇത് കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കുഞ്ഞുങ്ങളെ ഉദ്ദേശിച്ചല്ല, പ്രത്യേകിച്ച് MGOCSൻ്റെ മുഖ്യപ്രഭാഷണത്തിന് വന്ന ഞാൻ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ പോയി കഴിഞ്ഞാൽ ഇനിയും ഒരു കാരണവശാലും എന്നെ ഒരു സാഹചര്യത്തിലും വിളിക്കത്തില്ലെന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ കുറ്റം പറയാൻ ഞാൻ മുതിരത്തില്ല. പിന്നെ എൻ്റെ പ്രായമുള്ള ആൾക്കാരെ തന്നെ തുടങ്ങിയേക്കാം. എന്താ നമ്മുടെ സമൂഹത്തിന് പറ്റിയത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ കൊച്ചുങ്ങൾ വളർന്നു വന്നു, 4 or 5 വയസ്സൊക്കെ ആയി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ പപ്പ മിക്കവാറും ഓഫീസിലായിരിക്കും, അല്ലെ എവിടെ ആയിരിക്കും. അമ്മമാരെന്താ ചെന്നിരുന്നത്? കാത്തിരുന്നു. മകനോ മകളോ വരുന്നത് കാത്തിരുന്നു. അവൻ്റെ ടൈ അഴിച്ചു കൊടുത്തു, അവൻ്റെ ഷൂസ് അഴിച്ചു കൊടുത്തു. ഇത് അഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനോട് വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. സ്കൂളിലെ ഓരോ വിശേഷങ്ങളും ചോദിച്ചു. ഈ കുഞ്ഞ് കുരുനിപ്പല്ലും കാട്ടിച്ചുകൊണ്ട് അവൻ കാണിച്ച ഓരോ കുസൃതിയും വികൃതിയും നല്ല കാര്യങ്ങളും എല്ലാം അമ്മയോട് പറഞ്ഞു. എല്ലാ കുസൃതിയും വികൃതിയും എല്ലാ നല്ല കാര്യങ്ങളും അമ്മ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. കൂട്ടുകാരൻ്റെ ബാസ്ക്കറ്റിൽ നിന്നും ബിസ്ക്കറ്റ് മോഷ്ടിച്ചതവൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, നല്ല കുട്ടിയാവണം, ഇനി മോൻ്റെ ബിസ്ക്കറ്റ് അവന് കൊടുക്കണം എന്നേ പറഞ്ഞുള്ളൂ. മുന്നോട്ട് നീങ്ങി ഓരോ കഥകളും പറഞ്ഞുകൊണ്ടിരുന്നു. പെൻസിൽ ഒടിച്ചത് പറഞ്ഞു, മഷി ചെപ്പിയത് പറഞ്ഞു, ടീച്ചർ വന്നപ്പോൾ വഴക്കുണ്ടാക്കിയത് പറഞ്ഞു, ടീച്ചർ പെൺകുട്ടികളുടെ ഇടയിൽ കൊണ്ട് ഇരുത്തിയ കാര്യം പറഞ്ഞു. അപ്പോഴൊക്കെ ചിരിയോടുകൂടി കേട്ട് ഈ മകനെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്നു അമ്മ. നമ്മളടക്കം എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നു. ഈ മകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇടികൂടിയത് പറഞ്ഞു, ടീച്ചർ നീ ബാഡ് ബോയ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് പറഞ്ഞു, മോൻ ഗുഡ് ബോയ് ആണെന്ന് പറഞ്ഞു. ക്ഷമിച്ചു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം നിങ്ങൾ കേട്ടു. പിറ്റേ ദിവസം പോകാൻ നേരത്ത് പുറത്ത് തട്ടിയിട്ട് മകനോട് പറഞ്ഞു, മോൻ ഇന്ന് ഗുഡ് ബോയ് എന്ന് പറഞ്ഞ് കേൾപ്പിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എവിടെയാ ഇത്? മുന്നോട്ട് പോവുകയാ. ഏതാണ്ട് 7ാം ക്ലാസ് 8ാം ക്ലാസ്സായി. ഇത് പലതും സംഭവിച്ചിട്ടുണ്ടാകും കേട്ടോ. 7ാം ക്ലാസ് 8ാം ക്ലാസ്സായി. കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. 7ാം ക്ലാസ് 8ാം ക്ലാസ് ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം മോൻ വന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ 3-4 പേര് കൂടി ബാത്റൂമിൽ പോയി ഒരു സിഗരറ്റ് വലിച്ചു. എന്താ സംഭവിച്ച വീട്ടിൽ? എന്ത് സംഭവിച്ചു? ഒരു സംശയം വേണ്ട, നശിക്കപ്പെട്ടവൻ. ഇതിനായിരുന്നോടാ നിന്നെ സ്കൂളിൽ വിട്ടിരിക്കുന്നത്? ഇത്രയും കഷ്ടപ്പെട്ട് ഞാനും നിൻ്റെ അപ്പനും കൂടെ കഷ്ടപ്പെടുന്നത് സിഗരറ്റ് വലിക്കാനും കള്ളു കുടിക്കാനുമായിരുന്നോ? ചോദിച്ചു കൊടുത്തു. അവൻ ഒന്നേ ചെയ്തുള്ളൂ, ഒരു കുറ്റം കൂടെ പറഞ്ഞു കൊടുത്തു. അവൻ മൊത്തത്തിൽ കൺഫ്യൂഷനായിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയി, വീണ്ടും പോയി. 1-2 മാസം കഴിഞ്ഞു എന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഉച്ച കഴിഞ്ഞ ക്ലാസ് ഇല്ലായിരുന്നു, ഞങ്ങൾ 4 പേരും കൂടെ ഒരു സിനിമ കാണാൻ പോയി എന്ന് പറഞ്ഞു. ഭൂകമ്പം വീട്ടിൽ നടന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്താ സംഭവിച്ചത്? ഇനിയും നീ സ്കൂളിൽ പോകണ്ട, ഇതൊക്കെ മതി, ഞങ്ങളെ കൊണ്ട് കഷ്ടപ്പെടാൻ സൗകര്യമില്ല
എന്നിട്ട് അവിടെ കൊണ്ട് തീർന്നോ? അവിടെ കൊണ്ട് തീർന്നില്ല. വൈകിട്ട് 8 മണിക്ക് വട്ടമേശ സമ്മേളനം കൂടി വീട്ടിൽ പ്രാർത്ഥന. ഇന്ന് വേണ്ട, അവന് സിനിമയ്ക്ക് പോലെ പിന്നെന്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? വട്ടമേശ സമ്മേളനം കൂടി, അനിയത്തിയെ കൂടെ വിളിച്ച് കസേരയിലിരുത്തി. ഇനി നീ എന്തൊക്കെയാണോ കാണിക്കാൻ പോകുന്നത്? അപ്പൻ വന്നു കഴിഞ്ഞപ്പോഴാണ് വിസ്താരങ്ങൾ തുടങ്ങിക്കൊണ്ടേയിരുന്നു. നിനക്കൊക്കെ സിഗരറ്റും വലിച്ച് കള്ളും കുടിച്ച് പാർക്കിലും പോയി സിനിമയും കണ്ട് ജീവിച്ചാൽ പോരെ? കഷ്ടപ്പെടാൻ ഞാനും നിൻ്റെ അപ്പനും ഉണ്ടല്ലോ. പാവം പിടിച്ചവൻ 2 പണിയേ ചെയ്തുള്ളൂ, അമ്മയുടെ വക 4 പണിയും കൊടുത്തു. ഈ കൺഫ്യൂഷനായ കുഞ്ഞ് എന്തുവാ ചെയ്യുന്നത്? വീണ്ടും പള്ളിക്കൂടത്തിൽ ചെന്നു, കൂട്ടുകാരോട് പറഞ്ഞു, എടാവേ എനിക്കൊരു അബദ്ധം പറ്റുമ്പോൾ. ഞാൻ അമ്മമ്മയുടെ പറഞ്ഞു, പൊട്ടൻ, നീ ആരെങ്കിലും നിൻ്റെ അമ്മയോട് ഈ വിവരം വല്ലതും പറയുമോ? നീ ഒരു പാരയായിപ്പോയല്ലോ. സത്യത്തിൽ ഇനി നിന്നെ ഒന്നിനും ഞങ്ങൾ കൂട്ടത്തില്ല. നിന്നെ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാത്തവനായി മാറി. ഇനി നിൻ്റെ അമ്മ എന്നോട് പറയും, എൻ്റെ അമ്മയോട് പറയും, മൊത്തം പ്രശ്നമായി. അവന് കൂട്ടുകാരൻ നഷ്ടപ്പെട്ടു, വീട്ടുകാരൻ നഷ്ടപ്പെട്ടു. തിരിച്ചവൻ എന്തോ ചെയ്തു? കുറച്ച് കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ വന്നു, വീട്ടിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. പഴയ പോലെ വിശേഷങ്ങളൊന്നും പറയുന്നില്ല, വിശേഷങ്ങൾ കുറച്ചു. 2 നില വീട് പണിഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ മുറിയിലാണ് മകൻ്റെ വീട്. നേരെ മുകളിലേക്ക് പോകും, അവിടെ ഇരിക്കും. കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, നമ്മൾ മൊബൈൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയോ അവൻ ചെയ്യുന്നുണ്ട്. പാവം പിടിച്ച അപ്പനും അമ്മയും എന്ത് വിചാരിച്ചു? എന്താ വിചാരിച്ചേ? അവനിപ്പോൾ ഒന്നും വിശേഷങ്ങളൊന്നും പറയുന്നില്ല. എന്തുകൊണ്ടുള്ള സ്കൂൾ വിശേഷം? ഒന്നുമില്ല. എല്ലാ ടീച്ചേഴ്സും വന്നിട്ടുണ്ടായിരുന്നു, എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പഠിത്തം എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമെന്ന് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ പറയത്തില്ല. സാധാരണ നിങ്ങൾ പറയുന്ന വാക്കെന്തുവാ? കുഴപ്പമില്ല. എൻ്റെ കൊച്ചു പെങ്ങന്മാരോട്, അനിയന്മാരോടും അനിയത്തിമാരോടും പറയുക, ദയവ് ചെയ്ത് നിങ്ങളുടെ ഡിക്ഷണറിയിൽ നിന്നും ഈ വാക്കങ്ങ് മാറ്റണം. എനിക്കിത്രയും വൃത്തികെട്ടത് നീ വേദിയിൽ നിന്ന് അങ്ങ് പറയുക, എനിക്കിത്രയും പ്രതിഷേധമുള്ള വാക്ക് കുഴപ്പമില്ലെന്ന്. ഈ പരിശുദ്ധ വേദിയിലായതുകൊണ്ട് കുഴപ്പമില്ലാത്തതിൻ്റെ ഡെഫിനേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. നമ്മൾ മോശപ്പെട്ട ആഹാരം കഴിച്ചാൽ അതിന് കുഴപ്പമുണ്ടാവാം, എനിക്ക് അത്രമേ പറയാനുള്ളൂ. ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളൊരു ഉപകാരം ചെയ്യണം. എന്തെങ്കിലും ഞങ്ങൾ പ്രായമുള്ളവർ ചോദിച്ചാൽ കുഴപ്പമില്ലെന്ന് പറയരുത്. നിങ്ങൾക്ക് കുർബാന എങ്ങനെ ഉണ്ടായിരുന്നു? പുതിയ അച്ഛൻ്റെ കുർബാന എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഏതെങ്കിലും അച്ഛന്മാർ കുഴപ്പത്തിന് വേണ്ടി കുർബാന ചെല്ലുമോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പറയുന്ന വാക്ക് കുഴപ്പമില്ലെന്ന്. എങ്ങനെയാണ് കുഴപ്പമില്ലാതിരിക്കുന്നത്? ഈ വാക്ക് നമ്മുടെ ഡിക്ഷണറിയിൽ നിന്ന് അങ്ങ് മാറണം. ഒന്നുകിൽ കൊള്ളാം, അല്ലെങ്കിൽ കൊള്ളത്തില്ല. അച്ഛൻ്റെ കുർബാന കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ പോരെ. അച്ഛനെ സ്വകാര്യം എന്ന് പറഞ്ഞാൽ അച്ഛൻ കുറച്ചുകൂടെ സൂക്ഷിച്ച് ഭക്തിയാദരോടുകൂടി കുർബാന ചൊല്ലണമെന്നൊക്കെ പറയണം. അച്ഛനും ഇമ്പ്രൂവ് ചെയ്യും. ഇത് കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ നമുക്കും മനസ്സിലാകുന്നില്ല എന്താ കുഴപ്പമെന്ന്. കുഴപ്പത്തിന് വേണ്ടി നമ്മളൊന്നും ചെയ്യാറില്ല. ഞാനവിടെ നിർത്തി പോകട്ടെ. ഈ മകൻ മുകളിൽ ചെല്ലുന്നു, കമ്പ്യൂട്ടറൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. എന്താ അമ്മ വിചാരിച്ചേ? എൻ്റെ മകൻ നന്നായി. ഞാനവനെ വഴക്ക് പറഞ്ഞു, വട്ടസമ്മേളനം കൂടി, പപ്പായും കുറേ വഴക്ക് പറഞ്ഞു. അവൻ നന്നായി, കാരണം അവനൊന്നും പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ എന്തായിരുന്നു മാതാപിതാക്കളെ സംഭവിച്ചത്? അവൻ പറച്ചിൽ നിർത്തി. അവൻ ചെയ്ത് നിർത്തിയോ? എവിടെ? അവൻ ചെയ്തുകൊണ്ടേയിരുന്നു. അതിനേക്കാൾ കാര്യമായിട്ട് ചെയ്തു. അവനെ അവൻ്റെ കൂട്ടുകാർ ഉപദേശിച്ചു, നീ ചെയ്തോ, നീ കൂടിക്കോ. ഒറ്റ കണ്ടീഷൻ, നിൻ്റെ അപ്പനോടും അമ്മയോടും മാത്രം പറയരുതെന്ന് പറഞ്ഞു. അവൻ അനുസരിച്ചു. അവൻ ചെയ്തു നിർത്തി. അവൻ പറച്ചിൽ തുടർന്നു. പാവപ്പെട്ട നമ്മളെന്താ വിചാരിച്ച്? അവൻ പറച്ചിൽ നിർത്തിയപ്പോൾ ചെയ്ത് നിർത്തിയെന്ന് വിചാരിച്ചു. ഇത്ര വ്യത്യാസമേ വന്നുള്ളൂ. ഞാൻ വളരെ പെട്ടെന്നൊരു ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇവിടെ 5 പടിയോ 6 പടിയോ ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ബാബാ തിരുമേനി ആദ്യം കയറി. അതിനു മുമ്പ് തന്നെ തിരുമേനിമാരുണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് പുറകെ ഞാൻ കയറി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ കയറി, എൻ്റെ കാലൊന്ന് സ്ലിപ്പ് ചെയ്ത് ഞാൻ വീണു എന്ന് വിചാരിച്ചാൽ മതി. ഞാൻ വീണില്ല. ഞാനൊന്ന് വീണിരുന്നു എങ്കിൽ തൊട്ട് പുറകെ ഫിലിനച്ഛനുണ്ട്. ഫിലിനച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട്, കണ്ണും കാണാൻ വയ്യ, സൂക്ഷിച്ചൊന്ന് കയറിക്കൂടെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്ത് തോന്നിയേനെ? ഇതെന്തൊരച്ഛനാണ്, ഇങ്ങനെയാണോ പറയണ്ടേ? നേരെ മറിച്ച് ഈ അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പുറത്തൊക്കെ തട്ടി, കുഴപ്പമൊന്നുമില്ലല്ലേ, ആ നേരെ മുറി ആ കസേര കയറി ഇരുന്നോളാം പറഞ്ഞു കഴിഞ്ഞ് ഞാൻ കസേര ചെന്നിരുന്നു. അന്നേരം നമ്മുടെ സെറാഫിൻ തിരുമേനി എന്നോട് പറയുക, നമ്മുടെ തിരുമേനിയായിട്ട് പോലും തട്ടി വീഴാതെ കയറിയല്ലോ സാർ, അല്പം കൂടെ സൂക്ഷിച്ച് കയറിയാൽ പോരായിരുന്നോ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ എനിക്കത് മനസ്സിലായേനെ. അല്ലാതെ ഞാൻ തട്ടി വീണപ്പോൾ തന്നെ ഈ അച്ഛൻ കയറി വന്നെൻ്റെ പുറത്തുണ്ട് സൂക്ഷിച്ചൊക്കെ നടക്കട്ടെ എന്ന് ചോദിച്ചിരുന്നെങ്കിൽ അച്ഛന്മാരോടുള്ള ബഹുമാനം പോലും എനിക്ക് നഷ്ടപ്പെട്ടു പോയേനെ. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചത്. ഒരബദ്ധം പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് യു ഗീവ് ഹിം എ സപ്പോർട്ട്. അവനെ കേൾക്കുക, അവന് സപ്പോർട്ട് നൽകുക. സപ്പോർട്ട് നൽകിയതിന് ശേഷം അവനെ തിരുത്താൻ ശ്രമിക്കുക. നമ്മൾ നേരെ തിരിച്ചെന്താ ചെയ്തേ? അവൻ ചെയ്യാത്ത 2 കാര്യം കൂടെ അവൻ്റെ മണ്ടയിൽ കെട്ടിവെച്ചു എന്ന് മാത്രമല്ല, സമ്മേളനം വിളിച്ചുകൂടി. അവസാനം എന്ത് ചെയ്തു? അവസാനം പറ്റിയത്
നമ്മുടെ മകൻ സ്കൂളിൽ നിന്ന്, ഞാൻ മകനെ വിട്ടില്ല കേട്ടോ, നമ്മുടെ മോൻ സ്കൂളിൽ നിന്നും നേരെ മുകളിൽ ചെല്ലുന്നു, 1ാമത്തെ നിലയിൽ കയറി ഒറ്റ ഇരിപ്പാ. കമ്പ്യൂട്ടറിൽ പണിയുന്നുണ്ടെന്നാണ് നിങ്ങളുടെ വിശ്വാസം, എല്ലാം പഠിക്കുന്നുണ്ടെന്നാണ് നിങ്ങളുടെ വിശ്വാസം, ആവശ്യമുള്ളത് മാത്രം ഡൗൺലോഡ് ചെയ്യുന്നു എന്നാണ് നിങ്ങളുടെ വിശ്വാസം. അത് നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിച്ചോട്ടെ, ഞാൻ അതിനൊത്തൊന്നും പറയാനില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഒരു ചെറിയ സംസാരം, എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അമ്മയാണ്. തലയണമന്ത്രൻ രാത്രി പറയുക, നമ്മുടെ മോൻ എന്തോ കുഴപ്പമുണ്ടെന്നാണ് തോന്നുന്നേ. എന്താ പറ്റിയേ? അവനിപ്പോൾ ആരോടും ഒന്നും മിണ്ടുന്നില്ല, മൊത്തത്തിലൊരു മൗനമാണ്, വശപ്പശ, എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. അതിപ്പോൾ എന്താ ചെയ്യുന്നത്? അവനോട് എന്ത് ചോദിച്ചാലും മറുപടിയില്ല. കണക്കിന് മാർക്ക് കുറഞ്ഞു. പണ്ട് ഫുള്ള് മേടിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ 36 മാർക്കേ ഉള്ളൂ 50-ലെ. 36 അത്ര മോശമുള്ള മാർഗമൊന്നുമല്ല, പക്ഷേ അമ്മയുടെ മുമ്പിൽ 50-ന് ഒഴിച്ച് എത്ര മാർക്ക് വന്നാലും മോശമാണ്. അപ്പോൾ അവൻ എന്തോ കുഴപ്പമുണ്ട്. ഇപ്പോൾ എന്താ ചെയ്യുക? പാവം പിടിച്ച നാട്ടുംപുറത്തുകാരൻ അച്ചായൻ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ പള്ളിയിലെ അച്ഛനോടൊന്ന് പറയാം, അച്ഛനൊന്ന് തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. എന്താ മറുപടി? ഇനി ഇതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ, ഇനി അച്ഛനോട് ഈ കാര്യം ചെന്ന് പറയണം. അച്ഛൻ അടുത്ത ഞായറാഴ്ച സ്ത്രീ സമാജത്തിന് അവിടെയും ഇവിടെയും കൊള്ളാത്ത രീതിയിൽ 4 ഡയലോഗ് അങ്ങോട്ട് പാസ്സാക്കും, പേരൊന്നും പറയത്തില്ല, എന്നിട്ട് അവസാനം എന്നെ ഒന്ന് നോക്കും. അവിടെ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ പേർക്കും കാര്യങ്ങൾ മനസ്സിലാവും. നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്, അച്ഛനോട് പറയുന്ന ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെന്താ മാർഗം? പിന്നെ എളുപ്പമുണ്ട്. എൻ്റെ കൂട്ടുകാരിയുടെ മോൻ ഇതുപോലായിരുന്നു, ഇതിനൊക്കെ മോശമായിരുന്നു. അവരപ്പോൾ എന്താ ചെയ്തേ? കോട്ടയത്തൊരു കൗൺസിലറുണ്ട്, അവിടെ നേരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതിപ്പോൾ നമ്മൾ കോട്ടയത്തേക്ക്, എൻ്റെ വീട് പത്തനംതിട്ട, ഞാൻ എൻ്റെ നാട്ടിലെ അനുഭവമാണെന്ന് വിചാരിച്ചോണം കേട്ടോ. പോകാൻ നേരത്തെ ആരെപ്പറ്റിയാണ് പറഞ്ഞതെന്ന് മാത്രം ചോദിക്കരുത്. അപ്പോൾ പറഞ്ഞു, നമ്മളിപ്പം കോട്ടയത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ നാട്ടുകാരറിയത്തില്ലേ? പിന്നെ നാട്ടുകാരെന്തിനാ അറിയുന്നത്? നമ്മൾ രാവിലെ ഇറങ്ങി പരുമലപ്പള്ളി പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ പോക്ക് പോകണമെന്ന്. മോനും കേട്ടു, അനിയത്തിയും കേട്ട്, പരുമലപ്പള്ളിയിലിരിക്കട്ടെ കട. അവസാനം നമ്മൾ എന്ത് ചെയ്തു? മോനെയും കൈക്ക് പിടിച്ചുകൊണ്ട് കോട്ടയത്ത് കൗൺസിലറെ കാണാൻ ചെന്നു. അവിടെ ചെന്ന് കഥകളെല്ലാം പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞിട്ട് അവസാനം എന്താ കൗൺസിലർ പറഞ്ഞ്? സാരമില്ലെന്നേ, ഇതൊന്നും കുഴപ്പമില്ല, സാധാരണ എല്ലായിടത്തും നടക്കുന്ന. എന്നാൽ പിന്നെ അന്ന് വന്നപ്പോൾ നിങ്ങൾക്ക് ഇതങ്ങ് പറഞ്ഞാൽ പോരായിരുന്നോ? കോട്ടയത്ത് വണ്ടി പിടിച്ച് കൗൺസിലറുടെ അടുത്ത് പോയിട്ട് സാരമില്ലെന്ന് പറയേണ്ട വല്ല കാര്യമുണ്ടോ? അവസാനം കൗൺസിലർ പറഞ്ഞു എല്ലാം ശരിയാകും. ഈ എല്ലാം ശരിയാകുമെന്നുള്ളത് മറ്റൊരാൾ പറഞ്ഞാൽ മാത്രമേ നമ്മൾ വിശ്വസിക്കത്തുള്ളൂ. കുറച്ച് നാൾ മുമ്പ് വന്ന ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾ കരുതുമെന്ന് പറഞ്ഞു, നമ്മളെല്ലാം വിശ്വസിച്ചു കരുതുമെന്ന്. അവസാനം നമുക്ക് മനസ്സിലാക്കി അവരെ എവിടെയൊക്കെ കരുതിയിട്ടുണ്ടെന്നുള്ളത്. പിന്നെ കുറേ കഴിഞ്ഞൊരു കൂട്ടർ വന്ന് പറഞ്ഞു എല്ലാം ശരിയാകുമെന്ന്. നമ്മുടെ അച്ഛന്മാരും തിരുമേനിമാരും അടക്കം വിചാരിച്ചു എല്ലാം ശരിയാകുമെന്ന്. ശരിയായിക്കൊണ്ടിരിക്കുക. ഒരു സംശയം വേണ്ട, ചിന്തിക്കണം. നമ്മുടെ കുടുംബത്തിൽ മാത്രം നമ്മൾ കുഞ്ഞുങ്ങളെ കരുതുക, നമ്മുടെ കുടുംബം മാത്രം നമ്മൾ ശരിയാക്കുക, അത് മാത്രമേ ഉള്ളൂ. ആരും കരുതുമെന്നും ആരും ശരിയാക്കുമെന്നും നാം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കരുതലും നടക്കില്ല, ശരിയാക്കലും നടക്കത്തില്ലെന്ന് വിശ്വസിക്കുന്ന ഒരു പിന്തിരിപ്പനാണ് ഞാൻ. നിങ്ങൾ അങ്ങനെ ഒരു പിന്തിരിപ്പിനെ കൊണ്ട് നിർത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ആ അവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കൊച്ചു കുഞ്ഞുങ്ങളുടേതായ കൊച്ചു കൊച്ചു തെറ്റുകളും കുറ്റങ്ങളും വരുമ്പോൾ തിരിച്ചറിയണമായിരുന്നു. അവിടെ ചെന്ന് കൗൺസിലർ പറഞ്ഞു എല്ലാം ശരിയാകും. കൗൺസിലർ ഒരു കാര്യം കൂടെ പറഞ്ഞു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അറിവിലേക്ക് ഞാൻ പറയുക. എന്താ പറഞ്ഞതെന്നറിയോ? കൗൺസിലർ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, മോൻ വെളിയിലോട്ട് നിൽക്കി, ഞാൻ പപ്പായോടും മമ്മിയോടും ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. മോനെ വെളിയിലോട്ട് നിർത്തി. അത് കഴിഞ്ഞ സംഭാഷണം കൂടെ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് പപ്പായോടും മമ്മിയോടും ചോദിച്ചു എവിടെ പഠിച്ചാൽ? പത്തനംതിട്ട കോളേജിൽ. ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. അവസാനം എൻ്റെ കഥയാണെന്ന് ആരും വിശ്വസിക്കരുത്, എൻ്റെ കഥയൊന്നും അല്ല കേട്ടോ. അവസാനം ചോദിച്ച് കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ട് ഈ അപ്പനോടും അമ്മയോടും പറഞ്ഞു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, നിങ്ങൾ ഈ സ്കൂളിലും കോളേജിലും പഠിച്ചപ്പോഴേ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയായിരുന്നു? ഇതിനേക്കാൾ എത്രയോ കുരുത്തക്കേടായിരുന്നു നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നേ. എന്നിട്ടിപ്പോൾ നിങ്ങളുടെ മോനെ ഇത്ര പറയേണ്ട കാര്യമുണ്ടോ? വല്ലപ്പോഴും അവൻ്റെ പുറത്തൊന്ന് തട്ടിക്കൊട്, വല്ലപ്പോഴും അവനെയൊക്കെ കറക്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ ചെറുപ്പത്തിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴും കൂട്ടുകൂടി കൊച്ചു കൊച്ചു കുസൃതി കാണിച്ചപ്പോഴും അവനോട് പലപ്പോഴൊക്കെ കുഴപ്പമില്ലെന്നും ശരിയാകുമെന്നും പറയേണ്ടത് കൗൺസിലർമാരല്ലായിരുന്നു, നമ്മൾ തന്നെ. ഞാൻ കൗൺസിലർമാർക്ക് എതിരൊന്നുമല്ല. ആരെങ്കിലും വേദിയിലുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്കെപ്പോഴും ഒറ്റ ഡൗട്ടേ ഉള്ളൂ, ഈ കൗൺസിലർമാരുടെ വീട്ടിൽ പ്രശ്നം ഉണ്ടായാൽ എവിടെ പോകുമെന്നാണ് എൻ്റെ സംശയം. എന്നാലും പ്രശ്നം ഉണ്ടാവാതിരിക്കത്തില്ല, അവിടെയും പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ അവർ കുറച്ചുകൂടെ പഠിച്ചവരും മിടുക്കന്മാരും ആയതുകൊണ്ട് ഈ പ്രശ്നത്തിലേക്ക് പോകത്തില്ലായിരിക്കും. പോട്ടെ, ഇതാണ് നമ്മളുടെ കുടുംബങ്ങളിൽ
വന്ന അവസ്ഥ. നമ്മളുടെ മാതാപിതാക്കൾ, പക്ഷേ ഇവിടെ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. അമിതമായ പ്രതീക്ഷ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ഉണ്ടായിരുന്നു. അമിതമായ വിശ്വാസം നമ്മളുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾക്കുണ്ടായിരുന്നു. നമ്മളുടെ കുഞ്ഞുങ്ങളിലുണ്ടായ അമിതമായ വിശ്വാസവും അമിതമായ പ്രതീക്ഷയ്ക്കും ഒത്ത് നമ്മളുടെ കുഞ്ഞുങ്ങൾ വളരാതിരുന്നപ്പോൾ നമ്മൾക്ക് എവിടെയൊക്കെയോ തെറ്റിയെന്ന് വിചാരിച്ചു. എന്തായിരുന്നാലും MGOCS സമ്മേളനമല്ലേ, എന്തായിരുന്നു ഇനി കുട്ടികളുടെ പ്രശ്നവും പറയാതെ ഞാൻ നിർത്തുന്നത് ശരിയല്ല. എന്തായിരുന്നു കുട്ടികളുടെ പ്രശ്നം? മക്കൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ്ട് കേൾക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ മക്കളുടെ പ്രായമുള്ളവരാ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, എവിടെയായിരുന്നു നമ്മൾക്ക് ഒരു ഇച്ചിരി വ്യത്യാസങ്ങളൊക്കെ വന്നത്? 4 വയസ്സിൽ 5 വയസ്സിൽ സ്കൂളിൽ പോയപ്പോൾ പൊട്ടു തൊടേണ്ടതും ഡ്രസ്സ് ഇടേണ്ടതും എല്ലാം അമ്മയായിരുന്നു. എന്ത് സംശയം ഉണ്ടെങ്കിലും അമ്മയോട് മാത്രം ചോദിക്കും. ഏത് സംശയത്തിൻ്റെയും ആദ്യ വാക്കും അവസാന വാക്കും അമ്മ തന്നെയായിരുന്നു. നിങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു. നിങ്ങളുടെ അമ്മ മാറിയോ? മാറിയില്ലല്ലോ. നിങ്ങളുടെ അപ്പനും മാറിയില്ല. നിങ്ങൾ വളർന്നുകൊണ്ടേയിരുന്നു. ക്രമേണ നിങ്ങൾ കൗമാരത്തിലേക്കും യൗവനത്തിലേക്കും പ്രവേശിക്കുന്നു. അന്നേരം സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എന്തൊക്കെയായിരുന്നു? ഞാൻ പറയാം, നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ചാൽ മാത്രം മതി. ശരിയാണെന്നൊക്കെ പറഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് മാർക്ക് കിട്ടും. എന്താണ്? ഈ അമ്മയ്ക്ക് എന്നെ ഒരു വിശ്വാസമില്ല. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയത്തില്ലേ? എനിക്കെന്താ പഠിപ്പില്ലേ? എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊരു പ്രശ്നമില്ലല്ലോ. ഇവർക്ക് മാത്രം എന്താ വിശ്വാസം ഇല്ലാതിരിക്കുന്നത്? അവസാനം പറയും അമ്മയ്ക്കൊന്നും അറിയത്തില്ല. എന്നാണ് ഈ അമ്മയ്ക്കൊന്നും അറിയാൻ വയ്യാതെ പോയത്? പണ്ട് മക്കളെ കൊച്ചുപാവാട ഇട്ട് തന്നപ്പോഴും സ്ലൈഡ് കുത്തി തന്നപ്പോഴും സുന്ദരിയാണോ എന്ന് ചോദിച്ചതും സുന്ദരനാണോ എന്ന് ചോദിച്ചതും ഈ അമ്മയുടെ മുമ്പിൽ തന്നെ ആയിരുന്നു. അന്ന് ഈ അമ്മ പറഞ്ഞത് മാത്രമേ നിങ്ങൾ കേട്ടിട്ടുള്ളൂ. ഈ അമ്മ ഈ ഡ്രസ്സ് കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് കൊള്ളായിരുന്നു. ഈ അമ്മ ഈ ഡ്രസ്സ് കൊള്ളത്തില്ല എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കൊള്ളത്തില്ലായിരുന്നു. നിങ്ങൾ ക്രമേണ വർദ്ധിച്ചു വന്നു. കുറച്ച് കൺട്രോളുകൾ നിങ്ങളുടെ അമ്മ നിങ്ങളിൽ തന്നുകൊണ്ടിരുന്നപ്പോൾ ഈ അമ്മയ്ക്ക് ഒന്നും അറിയാതെ പോയി. ഇനി ഞാനൊരു സംശയം ചോദിക്കുക. അവരവർ രാത്രി കിടന്നുറങ്ങുമ്പോഴേ ബെഡ്റൂമിന് കുറ്റിയിടാതെ തുടങ്ങുന്ന കുഞ്ഞുങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ശരി പോട്ടെ, കതവ് ചാരത്തേ ഉള്ളൂ, സമ്മതിക്കുന്നു. കതവ് മെയിൻ ഡോർ അടയ്ക്കാതെ തുറന്നിടുന്ന ഏതെങ്കിലും വീടുകളുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ പറ. ഇല്ലല്ലോ. രാത്രിയിൽ നിങ്ങളുടെ കതവിന് ഡോർ അടയ്ക്കുന്നു എന്ന് മാത്രമല്ല ഗേറ്റിൽ താഴിട്ട് പൂട്ടുക വരെ ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത്? ആണോ? രാത്രിയിൽ അപ്പനും അമ്മയും കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ കതവ് തുറന്ന് വെളിയിലിറങ്ങി പോകുമെന്ന് ചിന്തിച്ചിട്ടാണോ നിങ്ങളുടെ അപ്പനും അമ്മയും വന്ന് കതവിന് കുറ്റിയിടുന്നത്? ആയിരുന്നില്ല. നിങ്ങളിലുള്ള വിശ്വാസക്കുറവല്ലായിരുന്നു. നിങ്ങളിൽ റെസ്ട്രിക്ഷൻ തന്നിരിക്കുന്നത് നിങ്ങളിലുള്ള വിശ്വാസക്കുറവല്ല മക്കളെ, നിങ്ങളത് തിരിച്ചറിയണം. നിങ്ങളിലുള്ള വിശ്വാസക്കുറവല്ലായിരുന്നു നീ അവിടെ പോകരുത് എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് ഈ സമൂഹത്തിനോടുള്ള വിശ്വാസക്കുറവായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ നാട്ടുമ്പുറത്തുകാരനാണ്. നമ്മൾ ഈ പാവയ്ക്ക എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? പാവൽ വളർത്തും, പൂവുണ്ടാകും, കായുണ്ടായി വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് എന്താ ചെയ്യുന്നത്? ഒരു നോട്ടീസ് എടുത്ത് ഈ പാവലിൻ്റെ കവറൊന്നും കൂട്ടിയിടും. എന്തിനാ? പാവയ്ക്കായ വിശ്വാസം ഇല്ലാഞ്ഞിട്ടാണോ? പാവയ്ക്കായ വിശ്വാസം ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല. അത് ഭംഗിയായി വളരണം, പ്രാണികളിൽ നിന്നും രക്ഷപ്പെടണം, ക്ഷുദ്രജീവികളിൽ നിന്നും രക്ഷപ്പെടണം. മരുന്നടിച്ചാൽ ഈ പാവയ്ക്ക് കൂടെ ദോഷമാകും. അതുകൊണ്ട് ബുദ്ധിമാനായ കർഷകൻ പേപ്പറിട്ട് പൊതിഞ്ഞു. പാവയ്ക്ക നമ്മൾ വളം കൊടുത്ത് വളർത്തിയതനുസരിച്ച് പാവയ്ക്ക വളർന്നുകൊണ്ടേയിരുന്നു. കവറിനപ്പുറത്തേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോൾ കർഷകൻ എന്തോ ചെയ്തു? കുറച്ചുകൂടെ വലിയ മനോരമ പത്രം വലിച്ചു കയറി കൊടുത്തു. കാരണം പാവയ്ക്കയുടെ വളർച്ച മുന്നോട്ട് പോകണമായിരുന്നു. പാവയ്ക്കയുടെ വളർച്ച മുന്നോട്ട് പോകുവാൻ വലിയ പത്രമിട്ട് കവർ ചെയ്തു കൊടുത്തു. നേരെ തിരിച്ചു നോക്കുക കുഞ്ഞുങ്ങളെ. പ്രായമായിക്കൊണ്ടേ ഇരുന്നപ്പോൾ പറഞ്ഞു, മോളെ 3ാം ക്ലാസ്സിൽ നിനക്ക് ബർത്ത്ഡേക്ക് ഞാനിട്ട തുണിയാ, ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നീ പ്രീ ഡിഗ്രി കോളേജിൽ 12ാം ക്ലാസ്സിൽ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ പാവയ്ക്കായ്ക്ക് കവറിട്ട ആ കർഷകനെ ഓർക്കണമായിരുന്നു. നിങ്ങളിലുള്ള വിശ്വാസക്കുറവല്ലായിരുന്നു മക്കളെ. നേരെ തിരിച്ച് ഈ സമൂഹത്തിനെ പറ്റി വ്യക്തമായി അറിയാവുന്ന അപ്പനും അമ്മയും പറഞ്ഞു, നിങ്ങൾ പാവയ്ക്കായ്ക്ക് കവറിട്ട അതേപോലെ നിങ്ങൾ മുന്നോട്ട് പോകണം, നിങ്ങൾ വളർന്നു വരുന്നു എന്ന് പറഞ്ഞു. പരിശുദ്ധമായ വേദിയ. ഒറ്റ വാക്ക് പറഞ്ഞു നിർത്താം. നമ്മൾ അനുകരിക്കുന്നത് എവിടെയായിരുന്നു? നമ്മൾ എവിടത്തേക്കായിരുന്നു അനുകരിച്ചുകൊണ്ടിരുന്നത്?
ചില പ്രത്യേക സീരിയലുകളിൽ അവതാരകളായി വരുന്ന ചിലരിടുന്ന വസ്ത്രങ്ങൾ മാത്രം നമ്മുടെ വസ്ത്രമായി. ചില സഭ അവസാനം പത്രക്കുറിപ്പടങ്ങി പള്ളിയിലേക്ക് വരുന്നതിന് ഡ്രസ് കോഡ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ മാറി. ഞാൻ ഇതിൻ്റെ അടുത്ത ഭാഗത്തിലേക്ക് കടക്കാറില്ല, കടക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, ഈ വേദിയുടെ പരിശുദ്ധത കൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങളുടെ വീടിൻ്റെ കതപടച്ചിട്ടതോ പാവയ്ക്കായ്ക്ക് കവറിട്ടതോ നിങ്ങളെ വിശ്വാസമില്ലാട്ടല്ലായിരുന്നു മക്കളെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണെന്നും വരും കാലങ്ങളിൽ ഞങ്ങളെ കാത്തു സൂക്ഷിക്കേണ്ടവരാണെന്നും നിങ്ങളെ വിശ്വസിച്ച ഞങ്ങളുടെ സത്യസന്ധതയെ നിങ്ങൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ പറഞ്ഞു അമ്മയ്ക്കൊന്നും അറിയത്തില്ല. ഇനിയുമെങ്കിലും പറയാതിരിക്കണം പ്രിയപ്പെട്ടവരെ. ചിന്തിച്ചു നോക്കണം. ഓർമ്മയില്ലേ, ഒരു 4-5 മാസത്തിന് മുമ്പ് എന്താ സംഭവിച്ചത്? ഒരു അമ്മ പ്രായമായ മകളെയും കൊണ്ട് ഒരു ഓല വീട്ടിൽ താമസിക്കുകയാണ്. രാത്രിയിൽ ആരെങ്കിലും കല്ലെറിയുകയോ ലൈറ്റ് അടിക്കുകയോ ചെയ്യുമ്പോൾ ഈ അമ്മ വെളിയിലിറങ്ങി വന്ന് നോക്കുമായിരുന്നു, ലൈറ്റ് അടിക്കുമായിരുന്നു, വെളിയിലേക്ക് ബഹളം വെക്കുന്നു, പുലഭ്യം പറയുന്നു. നാട്ടുകാർ പറഞ്ഞു ഇവർ ഭ്രാന്തിയാണെന്ന് പറഞ്ഞു. 5 മാസം മുമ്പ് നമ്മളൊക്കെ പത്രത്തിൽ വായിച്ചു, പിച്ച് ചിന്തിയില്ലേ, ജിഷ എന്നൊരു സംഭാവന തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നമുക്ക് കിട്ടിയില്ലേ? എവിടെയായിരുന്നു? ആ അമ്മയെ ഭ്രാന്തി എന്ന് മുദ്രകുത്തിയ തലമുറയാണ് നമ്മളുടേത്. അവിടം കൊണ്ട് തീർന്നില്ല. സ്വന്തം ജീവിതം ഒരു കാട്ടാളൻ്റെ മുമ്പിൽ പിച്ച് ചീന്തുമെന്ന് മനസ്സിലാക്കിയ ഒരു പെൺകുഞ്ഞ് ട്രെയിനിൽ നിന്നും പ്രാണരക്ഷാസ്ത്രം എടുത്തു ചാടിയപ്പോൾ 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നുള്ള നിയമത്തിൻ്റെ തലമാരകൾ കീറിക്കൊണ്ട് നാം പറഞ്ഞു, ഈ കുഞ്ഞ് അവൻ പറഞ്ഞിട്ട് ചാടിയതല്ല, അതുകൊണ്ട് അവൾ ചാടി. കാരണക്കാരനായവനെ വെറുതെ വിടാൻ വാഴ്ത്തപ്പെട്ട ഒരു സമൂഹത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അവിടം കൊണ്ടും തീർന്നില്ല. കൊച്ചു കുഞ്ഞിനെ അടുക്കളയിലേക്ക് കൊണ്ടിരുത്തി അമ്മ അടുക്കളയിലെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ വീടുകളിലും നടത്തുന്നതാണ്. 1-2 വയസ്സുള്ള കുഞ്ഞിന് പാവിരിച്ച് അടുക്കളയിൽ കൊടുത്തു. ആരോ മുന്നിൽ വന്നു ക്ഷണിക്കുവാൻ അവിടത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ പുറകിൽ നിന്നും ഒരു പട്ടി വന്നു. കണ്ണൂരിൽ നടന്ന സംഭവം. പട്ടി വന്ന് കുഞ്ഞിൻ്റെ കവിൾത്തടത്തിൽ കടിച്ചുകൊണ്ടുപോയി. നാം എന്താ പറഞ്ഞത്? ഈ പട്ടിയോടുള്ള കുഞ്ഞിൻ്റെ ബിഹേവിയർ കറക്റ്റായിട്ടില്ല, അല്ലെങ്കിൽ ഒരു പട്ടിയും മനുഷ്യരെ കടിക്കത്തേയില്ല. പട്ടിയെ നമ്മൾ വാഴ്ത്തപ്പെട്ടവരാക്കി മാറ്റി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ അമ്മയ്ക്ക് കഥ വടച്ചിട്ടുകൂടെ എന്ന് ചോദിച്ചു. പ്രകാശം കടക്കട്ടെ എന്ന് കരുതി കഥ വടച്ച അമ്മയുടെ മുമ്പിൽ സ്വന്തം മകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി വെളിയിൽ പാതിരാത്തിൽ ഉറക്കളമച്ച് ലൈറ്റടിച്ച അമ്മയെ ഭ്രാന്തി എന്ന് പറഞ്ഞ ഈ തലമുറയുടെ മുമ്പിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങൾ നിങ്ങൾക്ക് കുറേ റെസ്ട്രിക്ഷനൊക്കെ ഇടേണ്ടി വരും. ഞങ്ങളൊക്കെ പറഞ്ഞു പോകും, അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്ന്. അത് ഞങ്ങൾക്ക് നിങ്ങളെ അറിയാൻ വയ്യാഞ്ഞിട്ടോ ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ലാഞ്ഞിട്ടോ അല്ല, നേരെ മറിച്ച് ഈ സമൂഹത്തിനെ പറ്റിയുള്ള ഞങ്ങളുടെ ബോധം കൊണ്ടാണ്. പിന്നെ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു സംഭവം എന്താ? സാധാരണ നമ്മൾ കേൾക്കുന്ന സംഭവം, ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തു, കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ ആണ്, വൈകിട്ട് 9 മണിക്കാണ്, പോകണം. അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മയെല്ലാം സമ്മതിച്ചു. ബർത്ത്ഡേ അടുത്തുകൊണ്ടേ വരുന്നു, നമ്മൾ ഗിഫ്റ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊട്ട് തലേ ദിവസം പാപ്പ പറഞ്ഞു, നീ പോകണ്ട, നാളത്തെ ബർത്ത്ഡേക്ക് നീ പോകേണ്ട. എന്താ നമ്മുടെ ചോദ്യം? ഞാനെന്താ പോയാൽ? എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ എല്ലാവരോടും പറഞ്ഞതല്ലേ, ഞാനൊന്ന് ശരിയല്ലേ? ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ? ഇത് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു സിനിമാ കഥ പറയേണ്ടി വരും. ഈ വേദി ആയതുകൊണ്ട് സിനിമാ കഥയുടെ ഡീറ്റെയിലേക്ക് പോകത്തില്ല. ഞാൻ വെറും ക്ലൂ മാത്രം തന്നെ. ഇപ്പോൾ ഈ TV സീരിയലൊക്കെ നോക്കുമ്പോൾ ക്ലൂ തന്നാൽ മതിയല്ലോ, നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. ഞാൻ ക്ലൂ തരാം. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ടൊരു സിനിമയാണ്, നല്ല സിനിമയാണ്, മണിച്ചിത്രത്താഴെന്ന പേര്. ഞാൻ പറയുന്നതിന് മുമ്പ് ഇവിടുത്തെ മിടുക്കുകൾ പറഞ്ഞു കഴിഞ്ഞു, മണിച്ചിത്രത്താഴെന്ന് പറഞ്ഞു കഴിഞ്ഞു. മനഃശാസ്ത്രജ്ഞൻ നായകനോട് പറയുകയാണ്, നാളെ അല്ലിക്ക് ആഭരണം എടുക്കാൻ പോകാൻ പറയുമ്പോൾ നിങ്ങൾ ഗംഗയോട് പറയണം, നീ ഗംഗയെ പോകണ്ടെന്ന് പറയണം. അതെനിക്കെങ്ങനെ പറയാൻ പറ്റുന്നേ? ഇത്രയും കാലമായിട്ട് ഞാൻ അവളോട് നോ പറഞ്ഞിട്ടില്ല. രണ്ടാമത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞതാണ്, ഗംഗയ്ക്ക് ആഭരണം എടുക്കാൻ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ പോകുന്നത്. ഞാൻ സമ്മതിച്ചതാ. ഇനിയും നാളെ രാവിലെ എഴുന്നേറ്റ് ഞാൻ പോകണ്ടെന്ന് പറയാം, എന്നെ കൊണ്ടത് പറ്റത്തില്ല എന്ന് നായകൻ പറഞ്ഞു. വീണ്ടും മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, നീ അത് പറഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ബാക്കി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഗംഗ ചോദിച്ചു, ഞാനെന്താ പോയാൽ? ഗംഗയല്ല ചോദിച്ചത്, ഗംഗയുടെ മനസ്സിൽ ഉറങ്ങിക്കിടന്ന, അറിയിച്ചേ,
എന്തൊരു അറിവാണ് എൻ്റെ തമ്പുരാനെ. ഞാനിപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലൊരു കഥ ചോദിച്ചായിരുന്നു, ഇത്രയും പറയുമായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷം വന്നേനെയും. വളരെ നല്ലതാണ്, അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പിശാചിനെ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ലോകത്തെ അറിയാവുന്ന നിങ്ങളുടെ പപ്പ നിങ്ങളോട് പറഞ്ഞു, നീ നാളെ പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് അപ്പയുടെയും അമ്മയുടെയും ചിന്താഗതിയെയും ബുദ്ധിയെയും നിങ്ങൾ ചോദ്യം ചെയ്തു. അവസാനം നിങ്ങളൊരു പേര് വിട്ടു. എന്താ പേരിട്ടത്? ഇത് ജനറേഷൻ ഗ്യാപ്പ്. ഇതിനാണോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞത്? ദർ ഈസ് അബ്സല്യൂട്ട്ലി നത്തിങ് കോൾഡ് ജനറേഷൻ ഗ്യാപ്പ്. വെറുതെ പറയുന്നതാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പറയുന്ന ഒരു വാക്കാണ് മക്കളെ ജനറേഷൻ ഗ്യാപ്പ്. എന്തോ ജനറേഷൻ ഗ്യാപ്പ്? നിങ്ങളൊക്കെ നടന്ന പാതയിൽ കൂടെയല്ലേ ഞങ്ങൾ വന്നത്? ഈ പാത വിട്ടു പോകരുതെന്ന് തിരുമേനി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പാതയിലൂടെ തന്നെ പോകുന്നത്. ഒരു സംശയം വേണ്ട, ഇത് ജനറേഷൻ ഗ്യാപ്പല്ല. നിങ്ങളുടെ അപ്പൻ്റെയും അമ്മയുടെയും നിഷ്കളങ്കമായ ഉദ്ദേശത്തെ മനസ്സിലാക്കുവാൻ നിങ്ങളുടെ പ്രായം അനുവദിച്ചില്ല. അതിന് നിങ്ങളൊരു പൊന്നോമനെ പേരിട്ട് കൊടുത്തു, ജനറേഷൻ ഗ്യാപ്പ്. തട്ടിക്കളയാം. പരിശുദ്ധമായ ഈ വേദിയിൽ നിന്നുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം, ഇവിടെ ഒരു ജനറേഷൻ ഗ്യാപ്പില്ല. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യമാണ് എൻ്റെ മകളും എന്ന തിരിച്ചറിവുള്ള അപ്പനും അമ്മയും. എൻ്റെ കുഞ്ഞിന് വരുന്ന ഒരു ബുദ്ധിമുട്ടും എനിക്ക് സഹിക്കുന്നതിന് അപ്പുറമാണെന്ന് അറിയാവുന്ന അപ്പനും അമ്മയും. സമയാസമയങ്ങളിൽ ഓരോരോ റെസ്ട്രിക്ഷൻ നിങ്ങളാകുമ്പോൾ മനസ്സിലാക്കണം, തിരിച്ചറിയണം. നിങ്ങൾ ഇന്ന് ആഭരണമെടുക്കാൻ പോകണ്ട എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ചില അർത്ഥങ്ങളുണ്ട് എന്ന് ഒരു തിരിച്ചറിവ് ഉണ്ടാകുവാൻ ഇന്നത്തെ ഈ തീർത്ഥാടനയും പ്രാർത്ഥനയും നമ്മൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സാധാരണ വിവാഹവേദികളിൽ അച്ഛന്മാർ സ്ഥിരം പറയുന്നൊരു വാക്കുണ്ടല്ലോ, കൂടുമ്പളിമ്പമാണ് കൂടുമ്പം, അല്ലേ? എന്താണ് നമ്മുടെ സമൂഹത്തിൽ നടന്നു പോയിരുന്നത്? എവിടെയാണ് കൂടുന്നത്? എവിടെയാണ് നമ്മൾ കൂടുന്നത്? മകൻ മകൻ്റെ കൂട്ടുകാരോടൊപ്പം കൂടുന്നു, മകൾ മകളുടെ കൂട്ടുകാരോടൊപ്പം കൂടുന്നു, അമ്മ അമ്മയുടെ സൊസൈറ്റിയിൽ കൂടുന്നു, അപ്പൻ അപ്പൻ്റെ സൊസൈറ്റിയിൽ കൂടുന്നു. എല്ലായിടത്തും ഇമ്പമല്ലെന്നേ ഉള്ളൂ, കൂടലൊക്കെ നടക്കുന്നുണ്ട്. കൂടലൊന്നും ഒരു കുറവുമില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം മാത്രമേ അത്താഴം കിട്ടുമെന്ന് കൽപ്പന നടന്ന, അത് നടത്തി വന്ന ഒരു അമ്മയുടെ മകനാണ് ഈ നിൽക്കുന്നത്. അഭിമാനത്തോടു കൂടി പറയുകയാണ്. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞില്ലെങ്കിൽ അത്താഴം കിട്ടത്തില്ലായിരുന്നു എൻ്റെ വീട്ടിൽ. ഒരു സംശയം വേണ്ട, ഞങ്ങൾ കിട്ടുമോയെന്ന് പരീക്ഷിച്ചിട്ട് പോലുമില്ല. കാരണം കിട്ടത്തില്ലെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല, പിന്നെ ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ എവിടെയാണ് നടക്കുന്നത്? 25 മിനിറ്റ് സന്ധ്യാപ്രാർത്ഥന. ശരി, 7:30 തുടങ്ങണം. എന്തിനാണ് 7:30 തുടങ്ങുന്നത്? 7:30 തുടങ്ങാൻ വേറെ കാരണം 8 മണിക്ക് മറ്റേ സീരിയൽ വരുമല്ലേ? 8 മണിക്ക് സീരിയൽ. നമ്മളെ പണ്ട് എൻ്റെ അത്താഴത്തെ നിയന്ത്രിച്ചിരുന്നത് സന്ധ്യാപ്രാർത്ഥനയായിരുന്നു. ഇന്ന് നമ്മുടെ സന്ധ്യാപ്രാർത്ഥന നിയന്ത്രിച്ചത് 8 മണിയുടെ സീരിയലായിരുന്നു. ഇനിയും പോട്ടെ, 7:30 തുടങ്ങുക. ഇന്ന് നമ്മൾ 7:50 സമയം നോക്കി എല്ലാവരും ഇവിടെ പെട്ടെന്ന് കൂടെ 8 മണിയാകാൻ പോകുന്നു. 7:50 അവസാനം എന്ത് ചെയ്യും? പഴയ നിയമത്തിൽ നിന്ന് ഒരു ചാപ്റ്റർ, പുതിയ നിയമത്തിൽ നിന്ന് ഒരു സങ്കീർത്തനം, ഒരു പാട്ടുമെങ്കിലും പാടണം എന്ന വിശ്വാസം നമ്മൾ അവിടെ കൊണ്ട് കട്ട് ചെയ്യും. എന്ത് ചെയ്യും? ചെറിയൊരു പാട്ട്, സ്വർഗ്ഗനാട്ടിൽ തന്നെ ചെറുത് 2 ഒറ്റ സ്റ്റാൻസ് പാടിയാൽ മതി. 117 സങ്കീർത്തനം കൂടെ വായിച്ചങ്ങ് നിർത്തിയേക്കാൻ പറയും. ഒരു കാമോണ്ട് നിർത്താം, നാളെ മൊത്തം പ്രാർത്ഥിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമ്മൾക്ക് പറ്റിയ പരാജയം. പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കുന്ന കാലഘട്ടത്തിൽ അമ്മമാരും അപ്പന്മാരും ശ്രദ്ധിക്കുക. ഏതാണ്ട് 7-ാം 8-ാം വയസ്സിലേക്ക്, 8-ാം ക്ലാസ്സിലേക്ക്, ഒരു 12-13 പ്രായത്തിലേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അർത്ഥം മനസ്സിലാക്കുന്ന കാലത്തിലേക്ക് പടിയിറങ്ങി വന്നപ്പോൾ നിങ്ങളെന്താ ചെയ്തത്? കൈപിടിച്ചുകൊണ്ട് ട്യൂഷൻ സാറിൻ്റെ അടുത്തെത്തി. നിങ്ങളുടെ ആരാധനയെ നിയന്ത്രിച്ചത് അവരായിരുന്നു. ഞായറാഴ്ചത്തെ 9 മണിയുടെ ക്ലാസ്സിലായിരുന്നു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ, കുർബാന വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെയും കൈക്ക് പിടിച്ചുകൊണ്ട് ട്യൂഷൻ സെൻറ്ററിലേക്ക് യാത്ര ചെയ്ത കുഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം ന്യൂ ജനറേഷൻ പള്ളികളിലേക്ക് പോയെങ്കിൽ സഭയെയും സഭാമേലധ്യക്ഷന്മാരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എല്ലാം ശരിയാകുമെന്ന് പറയേണ്ടത് നമ്മുടെ കുടുംബത്തിലായിരുന്നു. നിങ്ങളുടെ പരിഗണനാ വിഷയങ്ങൾ മാറ്റിവെച്ചു. ആരാധനയുടെ അർത്ഥം മനസ്സിലാക്കിയപ്പോൾ നിങ്ങൾ അവിടെ നിന്നും മാറ്റപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, സമയം അതിക്രമിച്ചിരിക്കുന്നു, എനിക്ക് മനസ്സിലായിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുകയാണ്. നമ്മുടെ സമൂഹത്തിൽ എന്താണ് വന്നിരിക്കുന്നത് എന്ന് തിരിച്ചറിയുക. ഞാൻ പരിചയപ്പെടുത്തിയ 4 ജീവികളെ ഒരിക്കൽ കൂടി ഓർക്കുക. അപ്പനും മക്കളും തമ്മിലുള്ള ജനറേഷൻ ഗ്യാപ്പല്ല, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഇല്ലാതിരിക്കട്ടെ.
ഞാൻ സാധാരണ പോകുന്നിടത്തെല്ലാം പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ പറയാറുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് പറഞ്ഞു നിർത്തിയേക്കാം. മാതാപിതാക്കളോടാണ്, സ്വന്തമായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ബൈബിളുണ്ടോ എന്ന് ദയവ് ചെയ്ത് വീട്ടിൽ പോകുമ്പോഴൊന്ന് ആലോചിച്ച് നോക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾക്കൊരു മാർഗം പറഞ്ഞു തരാം. ഇന്ന് നവംബർ 2, 2016. അടുത്ത നവംബർ 2 ആകുമ്പോഴേക്കും ഒരിക്കലെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കൊരു ബർത്ത്ഡേ വരും. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തം മക്കൾക്ക് ഒരു ബൈബിൾ സമ്മാനമായിട്ട് കൊടുക്കണം. ബർത്ത്ഡേ സമ്മാനം ജീവിതത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി. കാരണം എന്താണെന്നറിയാമോ? നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇവൻ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, എൻ്റെ കുഞ്ഞ് പാപിയുടെ വഴിയിൽ നിൽക്കരുത്, എൻ്റെ കുഞ്ഞ് പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. ഇതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ സംശയം വേണ്ട, യഹോവയുടെ ന്യായപ്രമാണം അവനെ വഴികാട്ടട്ടെ. പ്രിയപ്പെട്ടവരെ, സഭയും മക്കൾക്ക് ഒന്നിച്ചൊരു തീരുമാനമെടുക്കാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മാതാപിതാക്കൾ സ്വന്തം മക്കൾക്ക് ജീവൻ്റെ വചനം കൊടുക്കുന്ന ഒരു സമ്മാനം കൊടുക്കാൻ ഇടവരട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, നിങ്ങളിൽ നിന്നും പുറപ്പെടുന്നത് സമൂഹത്തിന് വലയുണ്ടാക്കി മാറി നിങ്ങൾ വലയിൽ അകപ്പെടുന്നുണ്ടോ? നേരെ മറിച്ച് നിങ്ങളിൽ നിന്നും പുറപ്പെടുന്നത് തേന്മ ആണോ? ഞാൻ തുടങ്ങിയിടത്ത് അവസാനിക്കുക. എന്നെ ശക്തനാക്കിയവൻ എന്നിൽ വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.